സിവിൽ സർവീസുകാരെ ഇത്രയേറെ കാര്യപ്രാപ്തിയില്ലാതെ കൈകാര്യം ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു ഗവർണൻസ് ഈ നാട്ടിലുണ്ടായിട്ട് കളക്ടറേറ്റുകളിലും ഓഫീസുകളിലും സിവിൽ സർവീസ് ഓഫീസുകളിലുമൊക്കെ ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും DCCയും ഒന്നും ഉണ്ടാക്കേണ്ടെന്ന് ഉത്തരവാദിത്വം തൽക്കാലം അവർക്കില്ല. അത് കോൺഗ്രസും CPM ഒക്കെ ചെയ്തോളാം. കോൺഗ്രസിൽ ഇപ്പോൾ എതിർ പാർട്ടിക്കാരെ പുകഴ്ത്തുന്ന ഒരു തരംഗം ഉടലെടുത്തിരിക്കുകയാണ്. അത് ആദ്യമുണ്ടായത് കോൺഗ്രസിൻ്റെ തന്നെ നേതാവായ ശശി തരൂരിൻ്റെ പക്കൽ നിന്നാണ്. വലിയ താക്കീത് KPCCയുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ പ്രശംസ ഉണ്ടായിട്ടുള്ളത് K ശബരിനാഥിൻ്റെ ഭാര്യ IAS ഉദ്യോഗസ്ഥയായ ദിവ്യ SIയുടെ ഭാഗത്തു നിന്നാണ്. ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ അവരൊരു IAS ഉദ്യോഗസ്ഥയാണ്. സ്വാഭാവികമായും ഭർത്താവ് കോൺഗ്രസിൻ്റെ ഒരു നേതാവാണെന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കോൺഗ്രസ് അനുകൂലമായി മാത്രമേ സംസാരിക്കുവാൻ കഴിയൂ എന്ന തരത്തിലേക്ക് ഒരു നിലപാട് ആർക്കും എടുക്കുവാൻ സാധിക്കില്ല. വ്യക്തിപരമായി പല അഭിപ്രായമുള്ള ഒരു IAS ഉദ്യോഗസ്ഥയാണ് അവർ. പക്ഷേ കോൺഗ്രസിനെ ചൊടിപ്പിക്കുന്ന അതൊന്നുമല്ല. കെ മുരളീധരൻ ഉയർത്തിയ ആരോപണത്തിനെതിരായി, ആ വിമർശനത്തിനെതിരായി തക്കതായ ഒരു തിരിച്ചടി ദിവ്യ SIർ നൽകുന്നു. ഇപ്പോൾ ദിവ്യ SIർക്കെതിരെ യുവ നേതാവും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായ പാലക്കാട്ടെ MLA ആയ രാഹുൽ മാങ്കൂട്ടം ചില മറുപടി എന്ന പോലെ തിരിച്ചടി നൽകുകയാണ്. IAS ഉദ്യോഗസ്ഥർ, ഇവിടുത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ അവരവരുടെ ജോലി മാത്രം ചെയ്താൽ മതി, അല്ലാതെ ഏരിയ സെക്രട്ടറിയും അല്ലാതെ ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും DCCയും ഒക്കെ തീരുമാനിക്കുന്നതിലെ പ്രധാന ഘടകമായി മാറേണ്ട ആവശ്യമില്ല എന്നുള്ളതടക്കമുള്ള ചില വാദങ്ങൾ അദ്ദേഹം ഉയർത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം കേൾക്കാം. അങ്ങനെ പിന്നെ ഞാൻ ആ വിഷയത്തിനകത്ത് ഇന്നലെ പ്രതികരിച്ചതാണ്. ഞാൻ അവരുടെ അങ്ങനത്തെ ഒരു പ്രതികരണം കണ്ടിട്ടില്ല. ഞാൻ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാതെ, ഏത് പോസ്റ്റാണെന്നറിയില്ല, അവരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ Instagram ആയിരിക്കും. ആണോ? അതാ ചോദിക്കുന്നത്. അല്ല, പുതിയ പ്രതികരണം എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ കണ്ടില്ല, പ്രതികരണം കണ്ടില്ല. ഞാൻ ആ വിഷയത്തിനകത്ത് കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ജോലി ഈ രാജ്യത്തെ നിയമങ്ങൾ നടപ്പിലാക്കി അത് എക്സിക്യൂട്ട് ചെയ്യുക, ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ കളക്ടറേറ്റുകളിലും ഓഫീസുകളിലും സിവിൽ സർവീസ് ഓഫീസുകളിലുമൊക്കെ ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും DCCയും ഒന്നും ഉണ്ടാക്കേണ്ടെന്ന് ഉത്തരവാദിത്വം തൽക്കാലം അവർക്കില്ല. അത് കോൺഗ്രസും CPM ഒക്കെ ചെയ്തോളാം. അതോടൊപ്പം തന്നെ ഇത്തരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുകഴ്ത്തൽ നോട്ടുകൾ, റേസിംഗ് നോട്ടുകൾ അവസാനിപ്പിച്ച് ഫയൽ നോട്ടുകളിലേക്ക് അവരൊന്നും മടങ്ങിപ്പോയാൽ ഈ നാടിന് നല്ലതായിരിക്കും. IAS ഉദ്യോഗസ്ഥരുടെ വിഷയത്തിനകത്തൊന്നല്ല, സിവിൽ സർവീസുകാരെ ഇത്രയേറെ കാര്യപ്രാപ്തിയില്ലാതെ കൈകാര്യം ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു ഗവർണൻസ് ഈ നാട്ടിലുണ്ടായിട്ടില്ല, ഇൻക്ലൂഡിങ് CPM ഗവൺമെൻറ്റ്സ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ, ഈ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ വലിയ ഫൈറ്റാണ്, തെരുവിലേക്ക് എത്തുന്ന ഫൈറ്റ്. ഇന്നലെ കണ്ടത് വേറൊരു IAS ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിക്കെതിരായിട്ട് ആഞ്ഞടിക്കുക. ഇതൊക്കെ കേരളത്തെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകും. ഒരു IAS ഉദ്യോഗസ്ഥൻ പ്രശാന്ത്, അദ്ദേഹം ചീഫ് സെക്രട്ടറിക്കെതിരായിട്ട് ആഞ്ഞടിക്കുകയാണ്. അപ്പം IAS തലപ്പത്ത്, IPS തലപ്പത്ത്, എല്ലാ സ്ഥലങ്ങളിലും സിവിൽ സർവീസ് മേഖലയിൽ വലിയ അരക്ഷിതാവസ്ഥ ഈ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സർക്കാർ ആലോചിക്കും.